ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞണ്ട് തേങ്ങ അരച്ച് കറി വെക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ തേങ്ങ അരമുറി, ഒരു 5-6 ചുമന്നുള്ളി പൊളിച്ചതും, പിന്നെ ഒരു 2-3 പച്ചമുളകും കൂടെ. പച്ചമുളക് നമ്മുടെ എരിക്ക് അനുസരിച്ചും ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് പച്ചമുളക് എക്സ്ട്രാ ചേർക്കുന്നത്. ഞാനിവിടെ 3 ചേർത്തിട്ടുണ്ട്. ആ പച്ചമുളക് ചേർക്കുമ്പം അതിനൊരു പ്രത്യേക ഫ്ലേവറായിരിക്കും. അതിലേക്ക് നമുക്ക് തേങ്ങ കൂടാതെ 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇത് നമ്മുടെ ഈ ഇലിമ്പുപുളി ഒക്കെ ഇട്ട് മാങ്ങ ഇട്ടും ഈ കറി വെക്കാം. ഞാൻ പക്ഷേ കുടംപുളിയാണ് ചേർക്കുന്നത്. അരപ്പ് ജാറിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് എല്ലാം ഈ ഞണ്ടിലേക്ക് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇലിമ്പുപുളി ഉള്ളവർ ഇലിമ്പുപുളി ഇടാം, പച്ചമാങ്ങ ഉള്ളവർക്ക് പച്ചമാങ്ങ ഇടാം. പിന്നെ ഈ അരപ്പിൻ്റെ കൂടെ ഒരല്പം തേങ്ങയുടെ അളവിനനുസരിച്ച് 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ അരച്ചാൽ പ്രത്യേക ഫ്ലേവർ കിട്ടും. പക്ഷേ അപ്പോൾ ഞാനത് വിട്ടുപോയതുകൊണ്ട് ഞാൻ പിന്നെ കറിയിലാണത് ആഡ് ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക്. അത് വീഡിയോയിൽ ചിലപ്പോഴേ കാണാൻ ചാൻസ് ഉള്ളൂ. കട്ട് ചെയ്ത് കളഞ്ഞതായിട്ടാണ് എനിക്ക് ഓർമ്മ. പിന്നെ അതിനകത്ത് എക്സ്ട്രാ എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളകും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ചെറിയ പച്ചമുളകായതുകൊണ്ട് എരി കുറവായിരുന്നേ. എന്നിട്ട് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വേവിച്ച് എടുക്കുക. ഇത് നല്ല ടേസ്റ്റുള്ള കറിയാണ്. നമ്മൾ മീൻ പച്ചക്കറി വെക്കുമ്പോഴാണെങ്കിലും തേങ്ങക്കറി വെക്കുമ്പോഴാണെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ ഒരു 2 പച്ചമുളകും കൂടെ അരച്ചെടുക്കുന്നത് നല്ലതാണ്. നല്ല ഞണ്ട് കറിയായിരുന്നു. പിന്നെ അവസാനം ആകാറായപ്പോഴാണ് ഞാൻ കുറച്ച് കുരുമുളക് ചതച്ചതും ചേർത്തിട്ടുണ്ട് എരിവിന് വേണ്ടിയിട്ട്. പച്ചമുളകിന് എരി കുറവാണ്, അതുകൊണ്ടാണ് അങ്ങനെ ആഡ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ബൈ, താങ്ക് യു.